ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്കാണ് ഇത്. പാച്ച് വർക്കൊന്നും ചെയ്യാത്തൊരു മോഡലാണ്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 9 ഇഞ്ച് നീളത്തിലും 4.5 ഇഞ്ച് വീതിയിൽ രണ്ട് മടക്കാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. മൊത്തം അപ്പോൾ ഒരു 9 ഇഞ്ച് വീതി ഉണ്ടാവും. അതിന് രണ്ടാക്കി മടക്കിയിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 6.25 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിത് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് വീതിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. ഈ ബോക്സിനുള്ളിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് അതിനുള്ളിൽ തന്നെ നെക്ക് വരച്ചെടുക്കാൻ നോക്കുക. എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞത്, തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഈ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലേക്ക് ഒരു 1.25 ഇഞ്ച്, അതിൻ്റെ ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് 1.25 ഇഞ്ച്, അതിന് മേലേക്ക് 1.25 ഇഞ്ച്, ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. ഒരു സ്റ്റെപ്പ് പോലെയുള്ളൊരു നെക്ക് ഡിസൈനാണിത്. എന്നിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. മെഷർമെൻ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക, ഒരു സ്റ്റെപ്പ് കൂടെ മേലേക്കാക്കിയിട്ടും എടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ആദ്യം ഒരു ബ്രിഡ്ജ് പോലെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബ്രിഡ്ജ് ഇട്ടിട്ട് കട്ട് ചെയ്താൽ ഒരിക്കലും തെന്നി പോവില്ല. മെഷർമെൻറ്റിൻ്റെ വീതിക്ക് വ്യത്യാസമൊന്നും വരില്ല അങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എളുപ്പമാണ് തയ്ച്ചെടുക്കാനും കട്ട് ചെയ്തെടുക്കാനും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണിത്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇങ്ങനൊരു കേവായിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ക്യാൻവാസ് നിൽക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതൊരു ബോറായി തോന്നും. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടായതുകൊണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ക്യാൻവാസ് അയൺ ചെയ്യുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് തുണി കൂടുതലുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇതപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കാം. ഇതപ്പോൾ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ടോപ്പിലും നോച്ച് ഇട്ട് കൊടുക്കുക. മെഷർമെൻറ്റ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെയും ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുക. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലും ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്ക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. നമുക്ക് നെക്ക് കട്ട് ചെയ്തത് ഇതുമ്മ വെച്ചിട്ട് പിന്നെ കുത്തി കൊടുക്കുക. കറക്റ്റ്
ആ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ അല്ലേ എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കുത്തി കൊടുക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത് വരുന്ന വീഡിയോകളിൽ ഇതുപോലെ ബിഗിനേഴ്സിന് പറ്റിയ നെക്ക് ഡിസൈൻസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുക. പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള നൈറ്റി നെക്ക് ഡിസൈൻസും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതപ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒന്ന് പേന വെച്ചിട്ടോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ടോ ഒന്ന് വരച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു കോർണറൊക്കെ വരുമ്പോൾ ഇവിടെ കുത്തി നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാ കോർണറിലും കുത്തി നിർത്തി തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച ആയത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് ഈ ഒരു വരയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നെക്കാണ് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആയത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കോർണറിൽ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. എല്ലാ കോർണർ എത്തുമ്പോഴും ഇങ്ങനെ തിരിച്ച് തിരിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൈഡുകളിലൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തയ്ച്ച നൂലുമ്പോൾ തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ കോർണറൊക്കെ എത്തുമ്പോൾ നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും അത് പോയിൻ്റായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ. അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ഒരിക്കലും ഈ ഭാഗം കട്ട് ചെയ്യരുത്. ഞാനിതുപോലെ തയ്യൽ പഠിക്കാൻ പോയിട്ട് എന്നോട് ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനത് ഈ ഒരു സൈഡൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പം അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് നീറ്റായിട്ട് ചെയ്തെടുക്കുക. ഞാനെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് കണക്കും കാര്യങ്ങളൊന്നും നോക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നമ്മളിതിങ്ങനെ മറിച്ചിട്ടിട്ട് ഈ കോർണറുകളൊക്കെ ഒരു പേനയോ അല്ലെങ്കിൽ പെൻസിലോ എടുത്തിട്ട് നല്ല രീതിക്ക് കുത്തി പോയിൻ്റ് കറക്റ്റാക്കി എടുക്കുക. ഇതിൻ്റെ കറക്റ്റ് മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പൈപ്പിംഗ് വെച്ചിട്ട്, ബീഡ് ലൈസ് വെച്ചിട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതപ്പോൾ ഫുള്ള് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. പതിച്ചടിക്കുമ്പോൾ കോർണറുകളൊക്കെ എത്തുമ്പോൾ നിർത്തിയിട്ട് സൂക്ഷിച്ച് തിരിച്ച് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഇതാ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ അപ്പോഴേക്കപ്പം തന്നെ നൂലൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.